കാസർഗോഡേക്ക് പോകണം. അവിടെ തൃക്കരിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് കലാശക്കൊട്ടിനിടെ സംഘർഷം ഉണ്ടായിരിക്കുകയാണ്. തൃക്കരിപ്പൂർ ടൗണിലാണ് BJP CPM പ്രകടനങ്ങളെ യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്ന് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 3 മുന്നണികളും കൂടി ആ സംഘർഷത്തിൽ ഉൾപ്പെടുന്നു എന്ന ഒരു സാഹചര്യമാണ് തൃക്കരിപ്പൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത്. KV ബൈജു അവിടെ നിന്ന് ചേരുന്നുണ്ട്. ബൈജു, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ നിയന്ത്രണ വിധേയമാണോ കാര്യങ്ങൾ? ഇനി ഏതാണ്ട് 10 മിനിറ്റ് മാത്രമാണ് ഈ കലാശക്കൊട്ടിന് അവശേഷിക്കുന്നത്. അപ്പോൾ നിയന്ത്രണ വിധേയമാണോ ഇപ്പോഴത്തെ സാഹചര്യം അവിടെ? തീർച്ചയായും രേണുക, ഇപ്പോൾ പ്രശ്നം നിയന്ത്രണ വിധേയമാണ്. ഇത് CPM-ഉം അതുപോലെ തന്നെ BJP-യും കൊട്ടിക്കലാശം നടത്തുന്നതിനിടയിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എത്തുകയും അവർ തടയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൂടാതെ ഈ CPM-ന്റെ പ്രചരണ വാഹനത്തിൽ യൂത്ത് ലീഗിന്റെ കൂടി കെട്ടുന്ന സാഹചര്യം കൂടി, അങ്ങനെയാണ് ഈ സംഘർഷം ഉണ്ടായത്. ഇത് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. വലിയ തോതിലുള്ള കൊട്ടിക്കലാശം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് പിന്നീട് ഈ വോട്ടെടുപ്പിന്റെ ദിവസം തന്നെ അത് വലിയ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ തന്നെ 120-ലധികം പ്രശ്നബാധിത ബൂത്തുകളുണ്ട്, അതീവ പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അത്തരത്തിൽ വലിയ സംഘർഷം തെരഞ്ഞെടുപ്പിലൊക്കെ നടക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. അതുകൊണ്ടാണ് വലിയ തോതിലുള്ള ഒരു കൊട്ടിക്കലാശം ഇത്തവണ അനുമതി നൽകാത്ത സാഹചര്യമുണ്ട്. ഏതായാലും ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പോലീസ് എത്തി ആളുകളെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ട്. വലിയ തോതിലുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ചില വാർഡുകളിൽ നിന്നുള്ള പ്രവർത്തകരെത്തി തൃക്കരിപ്പൂർ ടൗണിൽ ഇങ്ങനെ ഒരു കൊട്ടിക്കലാശം നടത്തുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. മറ്റ് എവിടെയും വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലായിടത്തും അവസാനം ഇനി കഷ്ടി 10 മിനിറ്റിനകം മാത്രമേ ഇനി കൊട്ടിക്കലാശത്തിന് ബാക്കിയുള്ളൂ. ഏറ്റവും ഒടുവിലത്തെ ആ രീതിയിലുള്ള ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത്തരത്തിൽ ആ ഒരു പരമാവധി സമയം അത് കൃത്യമായി ഉപയോഗിക്കാനാണ് ഇപ്പോൾ ഓരോ മുന്നണികളും ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നുള്ള കാഴ്ചകളാണ്. അവസാന 10 മിനിറ്റൊക്കെ കൊട്ടിക്കലാശം അത് എത്തുന്നു. കഴിഞ്ഞ 4 ആഴ്ചയായി കൃത്യമായി പ്രചരണം, അത് കൃത്യമായി വീടുകൾ കയറി, ഓരോ വീടുകൾ കയറിയുള്ള പ്രചരണം, അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ ആ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഇനി നിശബ്ദമായ പ്രചരണമാണ്. ഓരോ വോട്ടുകളും വീടുകളിലെത്തി ഓരോ വോട്ടർമാരെയും കാണുക എന്നതാണ് ഇനി സ്ഥാനാർത്ഥികളുടെ ദൗത്യം. അതിനായിരിക്കും ഇനിയുള്ള മണിക്കൂറുകൾ, ഇനി വരുന്ന രാത്രിയായാലും നാളെ ആയാലും അത്തരം പ്രവൃത്തികളിലൊക്കെ ആയിരിക്കും ഓരോ സ്ഥാനാർത്ഥികളും ഓരോ പാർട്ടികളും ഓരോ മുന്നണികളിൽ കടക്കുക. എന്നാലും ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നാണ്. കാഞ്ഞങ്ങാട് നഗരത്തിലെ കൊട്ടിക്കലാശം അതിന്റെ ഏറ്റവും അവസാനത്തെ മിനിറ്റിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും ചെറിയ ഇത്തരത്തിലുള്ള കൊട്ടിക്കലാശ പരിപാടികൾ മാത്രമാണ് അതാത് വാർഡുകളിലെ മെമ്പർമാരും അവിടെയുള്ള പ്രാദേശിക പാർട്ടി നേതാക്കളും അങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. BJP-യുടെയും ഇതിന് സമീപത്ത് തന്നെയായി ആ കൊട്ടിക്കലാശം നടക്കുന്നത്. അതോടൊപ്പം UDF-ന്റെയും ഇത്തരത്തിൽ നടക്കുന്നുണ്ട്. ഓരോ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ചെറിയ ഇത്തരത്തിലുള്ള കൊട്ടിക്കലാശമാണ് നടക്കുന്നത്. ഏതായാലും തൃക്കരിപ്പൂരിലാണ് ഇപ്പോൾ ചെറിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് BJP പ്രവർത്തകരുടെയും അതുപോലെ തന്നെ CPM പ്രവർത്തകരുടെയും വാഹനങ്ങൾക്ക് നേരെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഒരു തടയുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും അവിടെ ഇപ്പോൾ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. CPM-ന്റെ വാഹനത്തിൽ ഈ ലീഗിന്റെ കൂടി നാട്ടുന്ന സാഹചര്യമുണ്ട്. അതാണ് കൂടുതൽ സംഘർഷത്തിനിടയാക്കി. ഏതായാലും നേതാക്കൾ ഇവിടെ വിട്ട് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ പോലീസും തൃക്കരിപ്പൂരും പരിസര പ്രദേശങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. 6 മണിക്ക് ശേഷം ഒരു കാരണവശാലും ഇത്തരത്തിൽ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട പ്രചരണമോ ഇത്തരം പ്രചരണങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഒബ്സർവേഷൻ കുമാർ കൃത്യമായി ഓരോ സ്ഥലങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും അവസാന നിമിഷം ആണ് തൃക്കരിപ്പൂരിൽ ചെറിയ സംഘർഷം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ അത് അവസാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ അവസാന മിനിറ്റിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കൊട്ടിക്കലാശം തകൃതിയായി നടക്കുകയാണ്. ആവേശം അതിന്റെ പരമോന്നതിയിലാണ്. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് ആ ജില്ലകളിൽ. മറ്റന്നാൾ ജനങ്ങൾ അവിടെയും വിധിയെഴുതുന്നതോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടങ്ങളും പൂർണ്ണമാകും. എന്തായാലും ആവേശം അലതല്ലുകയാണ്. അതുൾപ്പെടെയുള്ള വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6-ൽ കാണാം.